ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 2033 എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായി നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ബൈബിള് പഠിക്കുകയാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. തിങ്കളാഴ്ച പഴയ നിയമം, ചൊവ്വാഴ്ച പുതിയ നിയമം. നമ്മുടെ കർത്താവ് യേശു മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 ഒരുക്കം. നമ്മൾ ഇന്ന് പഴയ നിയമം ആരംഭിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളുടെ ഒരു ആമുഖമാണ്, ഹീബ്രു ഗ്രന്ഥങ്ങളുടെ ഒരു ആമുഖമാണ് നമ്മൾ ആദ്യം. അങ്ങനെ ആമുഖം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങും. ഇന്ന് നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ആമുഖമാണ് പഠിക്കുന്നത്. മഹാപ്രപഞ്ചത്തിൽ തുടങ്ങി ഒരു കുടുംബത്തിലേക്ക്, യാക്കോബിൻ്റെ കുടുംബത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഉൽപ്പത്തി ഗ്രന്ഥം. തുടങ്ങുന്നത് പ്രപഞ്ച സൃഷ്ടി, അവസാനിക്കുന്നത് യാക്കോബിൻ്റെ കുടുംബം ഈജിപ്തിൽ ചെന്ന് താമസമാക്കുന്നത്. അതാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിച്ച് തുടങ്ങുന്ന ഗ്രന്ഥം യാക്കോബിൻ്റെ കുടുംബം എങ്ങനെയാണ് ഈജിപ്തിൽ ചെന്ന് പെട്ടത് എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുന്നു. ക്രമമുള്ള ലോകത്തിൽ ആരംഭിച്ച് രമ്യതപ്പെട്ട സഹോദരന്മാരുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വലിയ ക്രമമുള്ള ഒരു പ്രപഞ്ചം, സഹോദരന്മാർ രമ്യതപ്പെട്ട കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പം വളരെ ഇതിൻ്റെ സ്കോപ്പ് ഇങ്ങനെ വളരെ വിശാലമായ ക്യാൻവാസിൽ തുടങ്ങി ഒരു കുടുംബത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. 7 ദിവസത്തെ സൃഷ്ടിയിൽ ആരംഭിച്ച് 70 പേര് ഈജിപ്തിൽ എത്തിപ്പെട്ട കഥ പറഞ്ഞാണ് തൂലിക താഴെ വയ്ക്കുന്നത് ഈ രചയിതാവ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവതരിപ്പിച്ചത്? 1. ഇസ്രായേൽ എന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ രൂപപ്പെടുത്തിയത് ഏത് ലോകത്തിൽ നിന്നാണെന്ന് നമ്മെ പഠിപ്പിക്കാൻ. അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ എന്ന ജനമാണ്. ആ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത് ഏത് ലോകത്തു നിന്നാണ്? അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. 2. പ്രപഞ്ചത്തിൻ്റെ ഏത് കേന്ദ്രത്തിലാണ് ദൈവം തൻ്റെ പദ്ധതി ഉൾച്ചേർത്തതെന്ന് വെളിപ്പെടുത്താൻ. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യരുണ്ട്, പക്ഷേ തൻ്റെ പദ്ധതി, ലോകത്തിന് വേണ്ടിയുള്ള, മനുഷ്യർക്ക് വേണ്ടിയുള്ള തൻ്റെ പദ്ധതി നടപ്പാക്കാൻ ദൈവം ഒരു പ്രത്യേക കേന്ദ്രം തിരഞ്ഞെടുത്തു. ആ കേന്ദ്രം ഏതെന്ന് വെളിപ്പെടുത്താൻ രണ്ടാമത്തെ ലക്ഷ്യം. 3. അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ ലോകത്തെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ. അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ ലോകത്തെ സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ മറ്റൊരു വശം. 4. ഒരു ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യവംശത്തിൻ്റെ ആലോചനയ്ക്ക് വയ്ക്കാൻ ദൈവം ഏകനാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ ജനമാണ് ഇസ്രായേൽ. ഈ തിരിച്ചറിയലാണ് തിരഞ്ഞെടുപ്പിന് കാരണമായതെന്ന് ചരിത്രപരമായി പറയാം. ദൈവം ഏകനാണെന്ന് ഇപ്പോഴും ഇല്ലേ, ഈശ്വരന്മാരെ, എൻ്റെ ദൈവങ്ങളെ, സകലമാനം ദൈവങ്ങളെ എന്ന വാക്കിൽ നമ്മൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്നു. ദൈവം ഉണ്ടെങ്കിൽ ഒരു ദൈവമല്ലേ പറ്റൂ, പല ദൈവങ്ങൾ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ദൈവം ഏകനാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ ജനമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ഇസ്രായേലിനെ തൻ്റെ ജനമായി ദൈവം തിരഞ്ഞെടുത്തതെന്ന് ചരിത്രപരമായിട്ട് നമുക്ക് പറയാം. അതേസമയം ആ ഏകദൈവം ഏകാന്തനല്ലെന്നും, ദൈവം ഏകനാണ് പക്ഷെ ഏകാന്തനല്ല, ഗോഡ് ഈസ് വൺ ബട്ട് നോട്ട് സോളിറ്ററി, സ്നേഹത്തിൻ്റെ 3 ആളത്വമാണെന്നും, അങ്ങനെയുള്ള ആളത്വമായിരുന്നാലേ ദൈവം സ്നേഹമായിരിക്കൂ എന്നും സാവകാശം വെളിപ്പെടുത്തുന്നുണ്ട് സത്യവേദ വചനം. അത് പഴയ നിയമത്തിലും അതിൻ്റെ സൂചനകളുണ്ട്, പുതിയ നിയമത്തിൽ നന്നായി ശരിയായി വെളിപ്പെടുത്തലുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണല്ലോ ഉൽപ്പത്തി ഗ്രന്ഥം. ബൈബിളിലെ ആദ്യ ഗ്രന്ഥവും അതുതന്നെ. എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഈ ഗ്രന്ഥം സ്ഥാനം പിടിച്ചത്? എല്ലാത്തിൻ്റെയും ആരംഭമാണ് ഈ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം ഉൽപ്പത്തി 1, മനുഷ്യ കുടുംബത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ആരംഭം ഉൽപ്പത്തി 2, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഉത്ഭവം ഉൽപ്പത്തി 12 മുതൽ 50 വരെ അധ്യായങ്ങൾ. ഇവയാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ പൊതുവായ ഉള്ളടക്കം. പിന്നെ പാപത്തിൻ്റെയും സഹനത്തിൻ്റെയും ആരംഭം ഉൽപ്പത്തി 3-ാമത്തെ അധ്യായം, വാഗ്ദാനത്തിൻ്റെ ആരംഭം ഉൽപ്പത്തി 3-ാം അധ്യായം, രക്ഷയെക്കുറിച്ചുള്ള സദ്വാർത്തയുടെ ആരംഭം അതും ഉൽപ്പത്തി 3-ാം അധ്യായം, വിവിധ വംശങ്ങളുടെ ആരംഭം ഉൽപ്പത്തി 10-ാം അധ്യായം, വിവിധ ഭാഷകളുടെ ആരംഭം ഉൽപ്പത്തി 11. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഉത്ഭവം അല്ലെങ്കിൽ ആരംഭം ചർച്ച ചെയ്യുന്നു ഈ ഉൽപ്പത്തി ഗ്രന്ഥം. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി ഗ്രന്ഥം എന്ന് നമ്മൾ പറയുന്നത്. പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ ആരംഭവും
ഈ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ആരംഭവും. അപ്പോൾ എന്തുമാത്രം കാര്യങ്ങളുടെ ആരംഭമാണ്, ഉൽപ്പത്തിയാണ് ഈ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത്. ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ശീർഷകം, നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥം എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് ആ ശീർഷകത്തിലേക്ക് എത്തിയത്? ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ആദ്യത്തെ വാക്ക്, അതായത് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ വാക്ക് ബിറേഷിത്ത് എന്നാണ്. ബിറേഷിത്ത് ബാറ എലോഹിം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ബിറേഷിത്ത്. ഈ ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഹീബ്രു ഭാഷ എഴുതുക, അറബി എഴുതുന്ന പോലെ. അപ്പോൾ ബിറേഷിത്ത് ബാറ, ബിറേഷിത്ത് അങ്ങനെ തുടങ്ങുന്നത്. ഈ മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനം അറിയപ്പെടുന്നത് ആദ്യത്തെ 2 വാക്കുകളോ വെച്ചുകൊണ്ടാണ്. അത് ആ പാരമ്പര്യം വരുന്നത് ബൈബിളിൽ നിന്നാണ്. ഏത് വാക്ക് വെച്ചാണോ അല്ലെങ്കിൽ ഏത് വാക്കുകൾ കൊണ്ടാണോ ഒരു ഗ്രന്ഥം തുടങ്ങുന്നത്, അതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. അപ്പോൾ ബിറേഷിത്ത് എന്ന വാക്കാണ് ബൈബിളിലെ ആദ്യത്തെ വാക്ക്. ഇൻ ബിഗിനിങ് എന്നാണ് ശരിക്കും. ആരംഭത്തിൽ, ആരംഭത്തിൽ, ആരംഭത്തിൽ എന്നാണ് അർത്ഥം. ബിറേഷിത്ത്. അപ്പോൾ ഈ ആദിയിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ എന്ന ആ വാക്ക്, അതാണ് ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ഹീബ്രു ഭാഷയിലുള്ള പേര് ബിറേഷിത്ത്. ആദിയിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ. പിശീത്ത സുറിയാനിയിൽ ആദ്യ പദം ബ്രാഷിസ് എന്നാണ്. ബ്രാഷിസ്. അതിനാൽ സെപ്രാദ് ബ്രിസ എന്നാണ് ഈ പിശീത്ത സുറിയാനി ബൈബിളിൽ ആരംഭങ്ങളുടെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഗ്രന്ഥമെന്ന്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു: ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും തലമുറ ചരിത്രം. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും തലമുറ ചരിത്രം. ഈ തിരുവചനത്തിലെ ഈ ഗനേസിസ് എന്ന ഗ്രീക്ക് വാക്കാണ് സെപ്തുജിന്തിൽ ഇതിൻ്റെ ശീർഷകം. ഗനേസിസ്, ഉൽപ്പത്തി. അതായത് ഗനേസിസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി. അപ്പോൾ ഉത്ഭവം, ഉത്ഭവ ചരിത്രം, ഉൽപ്പത്തി, ജനനം, ആരംഭം, തലമുറകൾ, വംശാവലി എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്. ഗനേസിസ് എന്ന വാക്കിന് ആരംഭം, ഉത്ഭവം, ഉത്ഭവ ചരിത്രം, ഉൽപ്പത്തി, ജനനം, തലമുറകൾ, വംശാവലി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും തലമുറകൾ, ഗനേസിസ്. അതാണ് ഗ്രീക്ക് സെപ്തുജിന്തിൽ ഇതിൻ്റെ തലക്കെട്ട്. ഹീബ്രുവിൽ ബിറേഷിത്ത്, ആദിയിൽ, ആരംഭം. സെപ്തുജിന്ത് ഗ്രീക്ക് വിവർത്തനത്തിൽ ഗനേസിസ്, ഉൽപ്പത്തി അല്ലെങ്കിൽ തലമുറകൾ. ലത്തീൻ വുൾഗാത്ത തർജ്ജമയിലും ഗനേസിസ് എന്നാണ്. ഗനേസിസ്. ഗ്രീക്കിലെ ഗനേസിസ് സായിപ്പിന് ഇംഗ്ലീഷിൽ ജനേസിസ് ആയി. ജനേസിസ്. മലയാളത്തിൽ നമ്മൾ ഉൽപ്പത്തി എന്ന് കൊടുക്കുന്നു. ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ രൂപഘടന, സാഹിത്യ രൂപഘടന പ്രധാനപ്പെട്ടതാണ്. 2 മുന്നേറ്റങ്ങളുടെ കഥയായിട്ടാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് പ്രാചീന ചരിത്രം, ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങൾ. പിന്നെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം, 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ. പ്രാചീന ചരിത്രത്തിൽ, പ്രൈമീവൽ ഹിസ്റ്ററി, പ്രപഞ്ചോൽപ്പത്തി മുതൽ അബ്രഹാമിൻ്റെ വിളി വരെയാണുള്ളത്. അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൽ, പേട്രിയാർക്കൽ ഹിസ്റ്ററി, 3-4 തലമുറകളുടെ ചരിത്രമേ ഉള്ളൂ. മനുഷ്യവംശം എന്ന മഹാകുടുംബത്തിൽ കേന്ദ്രീകരിക്കാതെ അബ്രഹാം എന്ന വ്യക്തിയുടെ കുടുംബത്തിലേക്ക് കഥ ചുരുക്കുകയാണ്. ആ കുടുംബത്തിലൂടെ പ്രപഞ്ചത്തെ ആദിമ കൃപയിലേക്ക് വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം. നഷ്ടപ്പെട്ടു പോയ കൃപ ആ ആദിമ കൃപയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, പ്രപഞ്ചത്തെ തിരിച്ചു കൊണ്ടുവരാൻ അബ്രഹാം എന്ന ഒരാളിലേക്ക് ദൈവം ഫോക്കസ് ചെയ്യാണ്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് പുതിയ നിയമം വരുമ്പോൾ അബ്രഹാമിൻ്റെ മകനായ, ദാവീദിൻ്റെ മകനായ യേശുക്രിസ്തുവിലൂടെയാണ് ഈ വീണ്ടെടുപ്പ് പൂർണ്ണമാകുകയാണ്. പക്ഷേ അബ്രഹാം എന്ന ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുകയാണ് ഉൽപ്പത്തി ഗ്രന്ഥം. അപ്പോൾ പ്രപഞ്ചം തന്നെ സൃഷ്ടി വെച്ചിട്ട് അവിടുന്ന് ചുരുങ്ങി ഒരാൾ, അബ്രഹാം എന്നൊരാളിലേക്ക് ചുരുങ്ങുകയാണ്. പിന്നെ അബ്രഹാമിൻ്റെ തലമുറകൾ. പക്ഷെ അബ്രഹാം ആണൊരു കേന്ദ്ര ബിന്ദു. അപ്പോൾ ഈ 2 മുന്നേറ്റങ്ങൾ, അതായത് പ്രാചീന ചരിത്രം, പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം, ഈ 2 മുന്നേറ്റങ്ങളുടെയും കഥകളെ ഐക്യപ്പെടുന്ന ഒരു സൂത്രവാക്യം ഉൽപ്പത്തി ഗ്രന്ഥത്തിലുണ്ട്. ഹീബ്രുവിൽ എല്ലെ തൊളുദോത്ത് എന്നാണ്. എല്ലെ തൊളുദോത്ത്. ഇതാണ് വംശാവലി, ഇവരാണ് പിൻഗാമികൾ, ഇതാണ് ചരിത്രം, ഇതാണ് കുടുംബചരിത്രം എന്നൊക്കെ ഭാഷപ്പെടുത്താം. എല്ലെ തൊളുദോത്ത. ഇതാണ് വംശാവലി, ഇവരാണ് പിൻഗാമികൾ, ഇതാണ് ചരിത്രം, ഇതാണ് കുടുംബചരിത്രം എന്നൊക്കെ ഭാഷാന്തരീകരണമാകാം എല്ലെ തൊളുദോത്ത് എന്ന ഹീബ്രു വാക്യന്.
എവിടേക്കാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ഉൽപ്പത്തി 2:4, 5:1, 6:9, 10:1, 11:10, 11:27, 25:12, 25:19, 36:1, 36:9, 37:2. ഓരോ തവണയും സൂത്രവാക്യം പ്രത്യക്ഷപ്പെടുമ്പോഴും ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു യുഗപുരുഷന്റെ ആരംഭം എന്നോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂത്രവാക്യം നമ്മൾ കണ്ടല്ലോ, 10 പ്രാവശ്യം ഇങ്ങനെ കണ്ടു. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോളോ. ഞാൻ ഒന്നുകൂടി പറയാം. ഉൽപ്പത്തി 2:4, 5:1, 6:9, 10:1, 11:10, 11:27, 25:12, 25:19, 36:1, 9, 37:2. മൊത്തം 10 10 തലമുറകൾ. അപ്പോൾ ഇതാണ് വംശാവലി, ഇവരാണ് പിൻഗാമികൾ, ഇവരാണ് ചരിത്രം, ഇതാണ് കുടുംബചരിത്രം എന്നൊക്കെ അർത്ഥമുള്ള തുളകത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, ആ വാക്ക് കാണുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ യുഗപുരുഷൻ ആരംഭം കുറിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനമാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ പോയാൽ, ഇപ്പം ഞാൻ പറഞ്ഞ ടെക്സ്റ്റുകളൊക്കെ വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ആമുഖം പഠിക്കുന്നത്. ഇനി ഉൽപ്പത്തി ഗ്രന്ഥം എങ്ങനെ വ്യാഖ്യാനിക്കണം? എങ്ങനെയാണ് പ്രാചീന ചരിത്രം എന്ന് പറഞ്ഞാൽ 31 മുതൽ 11 വരെ വ്യാഖ്യാനിക്കേണ്ടത്? ഇതിൻ്റെ സാഹിത്യ രൂപം തിരിച്ചറിയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ സാഹിത്യ രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പം നമ്മുടെ ലെറ്റർ ബോക്സ്, നമ്മുടെ പല വീടിൻ്റെ മുമ്പിൽ ഒരു ലെറ്റർ ബോക്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ലെറ്റർ ബോക്സ് തുറന്നിട്ട് നമ്മൾ ലെറ്റർ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പലതരത്തിലുള്ള ഒരു സ്നേഹിതൻ്റെ കത്ത്, ഓക്കെ, പിന്നെ ഏതൊരു പരസ്യം കൊണ്ടുവന്നിട്ടിരിക്കുന്നു, പിന്നെ നോക്കി കോടതി എന്നുള്ളൊരു സമൻസ്. അപ്പോൾ നമ്മളൊരു സ്നേഹിക്കുന്നതിൻ്റെ കത്തും ഒരു പരസ്യം ഇല്ലേ, ഏതെങ്കിലും ഒരു പരസ്യത്തിൻ്റെ ഒരു നോട്ടീസ്, ആ നോട്ടീസ്, കോടതി എന്നുള്ള കത്ത്, കോടതി എന്നുള്ള സമൻസ്, നമ്മളെല്ലാം ഒരുപോലെയാണോ പരിഗണിക്കുക? അല്ല. കോടതി എന്നുള്ള സമൻസ് ആണെങ്കിൽ അതിന് ഗൗരവം കൂടി, സ്നേഹിതൻ്റെ കത്താണെങ്കിൽ അത് സൗഹൃദമാണ്, പരസ്യം അത് സ്വീകരിക്കാതിരിക്കുക ചെയ്യാം. അപ്പോൾ പരസ്യം എന്നുള്ളത് ഒരു സാഹിത്യ രൂപമാണ്, കോടതി എന്നുള്ള സമൻസ് മറ്റൊരു സാഹിത്യ രൂപമാണ്, സ്നേഹിതൻ്റെ കത്ത് അത് വേറൊരു സാഹിത്യ രൂപമാണ്. അപ്പോൾ സാഹിത്യ രൂപം അറിഞ്ഞിട്ടാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഇതുപോലെ ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ഏത് സാഹിത്യ രൂപമാണ് ഉപയോഗിച്ചത് എന്നറിയുക എന്നുള്ളതാണ് അത് വ്യാഖ്യാനിക്കാൻ ഒന്നാമത് വേണ്ടത്. വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ കോടതിയിൽ ഉപയോഗിക്കുന്ന ഭാഷ അതൊരു വേറെ സാഹിത്യ രൂപ. നമുക്ക് പലപ്പോഴും കോടതി ഭാഷ നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് വക്കീലുമാർ തന്നെ നമുക്ക് വേണ്ടി വരും. കോടതിയിൽ എങ്ങനെയാണ് അവർ സംസാരിക്കുന്ന ഭാഷ, കോടതിയിൽ നടക്കുന്ന ആ നടപടിക്രമങ്ങൾ, ഇതൊക്കെ മിക്കപ്പോഴും നമുക്ക് പരിചയമില്ലാത്തതാണ്. അപ്പോൾ സാഹിത്യരൂപം, ഓരോ സാഹിത്യരൂപം തിരിച്ചറിയുക, അത് അറിഞ്ഞാലാണ് വ്യാഖ്യാനം എളുപ്പം. ഇതിൻ്റെ സാഹിത്യരൂപം എന്താണെന്ന് കത്തോലിക്ക സഭ ഔദ്യോഗിക നിലപാട് എടുത്തിട്ടില്ല. എന്നാൽ പലപ്പോഴായി സഭ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കീഴിലുള്ള ബൈബിൾ കമ്മീഷൻ പറഞ്ഞത് നമുക്ക് ഓർക്കാം. ഉൽപ്പത്തി 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഉൽപ്പത്തി 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പല ദൈവശാസ്ത്രജ്ഞന്മാരും വേദശാസ്ത്രികളും അങ്ങനെ അല്ലത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ കീഴിലുള്ള പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ കൃത്യമായിട്ട് അത് എഴുതിയിരിക്കുന്നത് സംഭവിച്ച കാര്യങ്ങളാണ്. എങ്കിലും ശാസ്ത്രത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടല്ല അത് അവതരിപ്പിച്ചിരിക്കുന്നത്. സംഭവിച്ച കാര്യങ്ങളാണ്, പക്ഷെ ശാസ്ത്രീയമായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്, ശാസ്ത്രത്തിന്റെ വീക്ഷണകോണിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല തീർത്തും ആക്ഷരികമായിട്ടല്ല അത് ഗ്രഹിക്കേണ്ടത്. 1909 ജൂൺ 30 മാർപ്പാപ്പയുടെ കീഴിലുള്ള പൊന്റിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ പറഞ്ഞ ഒരു സംഗതിയാണ് ഞാനിപ്പോൾ വായിച്ചത്. 1909, വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. നമ്മുടെ നാട്ടിലെ പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ കഥകൾ, അതായത് ഉൽപ്പത്തി 1 മുതൽ 3 വരെ വെറും മിത്ത് ആണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു മിത്താണ്, പുരാണമാണ്, ഐതിഹ്യമാണ്. ദൈവശാസ്ത്രജ്ഞന്മാരുടെ നിലപാട് തെറ്റാണെന്നാണ് സഭ പറയുന്നത്. ഏതാനും ദശകങ്ങൾക്ക് ശേഷം വീണ്ടും ബൈബിൾ കമ്മീഷൻ ഇടപെട്ടു. പ്രപഞ്ചത്തിന്റെ ആരംഭത്തിലുണ്ടായ അടിസ്ഥാനപരമായ സംഗതികൾ ആലങ്കാരിക ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ. 1948 ജനുവരി 16 പൊന്റിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ, മാർപ്പാപ്പയുടെ കീഴിലുള്ള ബൈബിൾ കമ്മീഷൻ
ഇങ്ങനെ അവതരിപ്പിച്ചത്. ഞാൻ ഒന്നുകൂടി വായിക്കാം. പ്രപഞ്ചത്തിന്റെ ആരംഭത്തിലുണ്ടായ അടിസ്ഥാനപരമായ സംഭവിച്ച സംഗതികൾ ആലങ്കാരിക ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ. അതിനാൽ അത് വെറും പുരാണമാണ്, ഐതിഹ്യമാണ്, കഥയാണ് എന്നൊന്നും പറയരുത്. 12 പീസ് മാർപ്പാപ്പ 1950 ബൈബിൾ കമ്മീഷണർ ഈ മാർഗനിർദ്ദേശത്തിലേക്ക് കൈചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ എഴുതി: ഉൽപ്പത്തി ഗ്രന്ഥത്തിന്റെ ആദ്യ 11 അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് സത്യമായും ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1950 12 പീസ് മാർപ്പാപ്പ ഉൽപ്പത്തി ഗ്രന്ഥത്തിന്റെ ആദ്യ 11 അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് സത്യമായും ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനാൽ അവയെ മിത്തിലേക്ക് ചുരുക്കരുത്. ഹ്യൂമാനി ജനറിസ് എന്ന ആ രേഖയിലാണ് 38-39 ഖണ്ഡങ്ങളാണ് ഞാൻ പറഞ്ഞത്. കത്തോലിക്ക സഭയുടെ മതബോധനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ ശരിക്കും സംഭവിച്ച കാര്യങ്ങളാണ് പ്രതീകാത്മകവും ആലങ്കാരികവുമായ വിധത്തിൽ ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങൾ വർണ്ണിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 390, 396, 337, 362, 375 ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ ശരിക്കും സംഭവിച്ച കാര്യങ്ങളാണ് പ്രതീകാത്മകവും ആലങ്കാരികവുമായ വിധത്തിൽ ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി, മൗലിക പരിശുദ്ധി, ആദ്യ ദമ്പതികളുടെ പതനം ഇവയൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. സഭയുടെ ഈ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിലും ബൈബിൾ പണ്ഡിതന്മാരുടെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിലും ചരിത്രത്തിനും മിത്തിനും മധ്യയുള്ള ഒരു സാഹിത്യ രൂപമാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങളിലുള്ളത് എന്നാണ് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു നിലപാട്. അതായത് മിത്തിന്റെ ഭാഷയിലുള്ള ചരിത്രം. ഭാഷ മിത്തിൻ്റെയാണ്, പക്ഷെ ചരിത്രമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മുടെ നാട്ടിൽ മിത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ ഉദ്ദേശിക്കുന്നത്, പാശ്ചാത്യർ ഉദ്ദേശിക്കുന്ന ഒരു തരം മിത്താണ്. പാശ്ചാത്യർക്ക് മിത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച കഥ എന്നാണ് പാശ്ചാത്യർക്ക്. പൗരസ്ത്യർക്ക് അങ്ങനെയല്ല. ബൈബിള് പാശ്ചാത്യരുടെ സൃഷ്ടിയല്ല, പൗരസ്ത്യരുടെ സൃഷ്ടിയാണ്. പൗരസ്ത്യർക്ക് മിത്ത് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യർ ഉദ്ദേശിക്കുന്ന കെട്ടിച്ചമച്ച കഥയല്ല. അപ്പം എന്താണ് മിത്ത് എന്നതുകൊണ്ട് ബൈബിള് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പൗരസ്ത്യ ദേശമായ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാശ്ചാത്യർക്ക് കെട്ടിച്ചമച്ച കഥയാണ്. പൗരസ്ത്യർക്ക് മിത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകഥയല്ല. പിന്നെ എന്താണ്? നമുക്കതറിയാനായിട്ട് നമുക്ക് 3 തരത്തിലുള്ള സാഹിത്യ രൂപം നോക്കാം: ചരിത്രം, പിന്നെ പുരാണം, മിത്ത്. കാലദേശങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളുടെ വർണ്ണനയാണ് ചരിത്രം. കാലദേശങ്ങൾക്കുള്ളിൽ, കാലത്തിലും ദേശത്തിലും സംഭവിച്ച കാര്യങ്ങളുടെ വർണ്ണന. എങ്കിലും വസ്തുനിഷ്ഠമായ ചരിത്രം രചിക്കാൻ പറ്റുമോ? ഇല്ല. ആര് രചിച്ചാലും ഒബ്ജക്റ്റീവ്, വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞിട്ട് നമുക്ക് രചിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ക്രിസ്ത്യാനി രചിക്കുമ്പോൾ ക്രിസ്തീയമായുള്ള കാഴ്ചപ്പാട് വരും. ഒരു ഹിന്ദു രചിക്കുമ്പോൾ ഹിന്ദു കാഴ്ചപ്പാട് വരും. ഒരു മുസ്ലിം രചിക്കുമ്പോൾ മുസ്ലിം കാഴ്ചപ്പാട് വരും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രചിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പക്ഷം വരും. ഇപ്പം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് EMS പറഞ്ഞൊരു വചനമുണ്ടല്ലോ: ഇന്ത്യക്കാർ ഇന്ത്യക്കാരുടേതെന്നും ചൈനക്കാർ ചൈനക്കാരെന്നും പറയുന്ന ഭൂമി. ചൈനയിലെ കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന EMS നമ്പൂതിരിപ്പാടിനെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. കാരണം അങ്ങൊരു ഇന്ത്യക്കാരനാണെങ്കിലും മനസ്സുകൊണ്ട് ചൈനക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, ചൈനീസ് കമ്മ്യൂണിസം. അപ്പോൾ ആ കമ്മ്യൂണിസത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാതെയാണ് അത് എഴുതിയത്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലപാടാണ്, ഇന്ത്യക്കാരൻ്റെ നിലപാടല്ല. അപ്പോൾ ആര് എഴുതിയാലും അദ്ദേഹത്തിൻ്റെ ആ സബ്ജക്റ്റീവ്, ആ വ്യക്തിനിഷ്ഠമായ ചില സംഗതികൾ അതിനകത്ത് ചേരും. അപ്പോൾ വസ്തുനിഷ്ഠമായ ചരിത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം പാകിസ്ഥാനിൽ ബാനസർ ഭൂട്ടോ കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് 3-4 വ്യാഖ്യാനങ്ങളുണ്ട്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. TV ക്യാമറകൾക്കൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് സംഭവത്തെക്കുറിച്ചും കൊല്ലപ്പെട്ടു എന്നത് അത്രയും ചരിത്രം. എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ഇതാണ് സത്യസന്ധമായ കഥ, ഇതാണ് വസ്തുനിഷ്ഠമായ കഥ എന്നൊക്കെ പറയാൻ പറ്റില്ല. അതായത് ചരിത്രത്തിനകത്തും ഈ പുരാണത്തിൻ്റെ അംശവും ഐതിഹ്യത്തിൻ്റെ അംശവും ഒക്കെ ചേരും. മാത്രമല്ല, ആരാണോ എഴുതിയത് അവൻ്റെ വ്യക്തിനിഷ്ഠമായ സംഗതികളും ഉൾച്ചേരും. ഏത് വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത് അതും ഉൾച്ചേരും.
അങ്ങനെയാണ് സംഭവിക്കുക. അത് മനുഷ്യർ ഏത് കഥ എഴുതിയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ്റെ നിലപാടും ഇന്ത്യയുടെ നിലപാടും ഇല്ലേ, ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയേ. പാകിസ്ഥാൻ്റെ നിലപാട് അല്ലല്ലോ ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ആരെഴുതുന്നു, ഏത് വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ട് എഴുതുന്നു എന്നൊക്കെ ഈ ചരിത്ര രചനയെ സ്വാധീനിക്കും. വീരപുരുഷന്മാരെ കുറിച്ചുള്ള കഥയാന്ന് വിചാരിക്കുക, വീരപുരുഷന്മാരെ കുറിച്ചുള്ള ചരിത്ര രചന. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഭാവനയും അതിശയോക്തിയും അത്യുക്തിയും ഒക്കെ കടന്നുകൂടും. അപ്പോൾ അതിന് ചെറിയൊരു ലെജൻഡ്, ഐതിഹ്യത്തിൻ്റെ സ്വഭാവം വരും. വലിയ ആളുകൾ അല്ലെങ്കിൽ പോലും ഈ അംശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പലപ്പോഴും പറയാറുണ്ട്. എന്നെ ഒരിക്കലും ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി പറയാണ്. അപ്പോൾ അവിടെ എന്നെ പരിചയപ്പെടുത്തിയ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്: സക്രാരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മുട്ടുകുത്തി ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതുന്ന മാണിപ്പറമ്പലച്ചൻ എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ സത്യമാണ്. സക്രാരുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്താറുണ്ട് എല്ലാ ദിവസവും ഞാൻ ചില രചനകൾ, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. ഇപ്പോൾ 103 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു. ഇനി വലിയൊരു പുസ്തകത്തിൻ്റെ രചനയിലാണ്. അപ്പോൾ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകങ്ങളൊക്കെ മിക്കവാറൊക്കെ വലിയ വോളിയങ്ങളാണ്. ചെറിയ വോളിയങ്ങളുണ്ട്, പക്ഷേ വളരെ വലിയ വോളിയങ്ങളാണ് മിക്കതും. അപ്പോൾ മുട്ടുകുത്തി, എനിക്കിപ്പം 60 വയസ്സ്, 22ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതി തുടങ്ങുന്നത്, വിതയ്ക്കപ്പെട്ട വചനം. നമ്മുടെ മിക്കവാറും എല്ലാ അച്ഛന്മാരുടെ കയ്യിലും സിസ്റ്റേഴ്സിൻ്റെ കയ്യിലൊക്കെ പുസ്തകമുണ്ട്. അപ്പോൾ ഞാൻ സക്കാരവും മുട്ടുകുത്തിയിട്ടുണ്ട്, ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ മുട്ടുകുത്തി നിന്നുകൊണ്ട് അല്ലേ, സക്കാരവും മുട്ടുകുത്തി നിന്നുകൊണ്ട് വല്ലപ്പോഴൊക്കെ വിലയും കുറിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരു പുസ്തകം മുഴുവൻ അങ്ങനെ ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത്? സക്രാരുടെ മുമ്പിൽ മുട്ടുകുത്തി ബൈബിൾ വ്യാഖ്യാനങ്ങൾ എഴുതുന്ന ആള്. അപ്പോൾ അതിനകത്തൊരു അതിശയോക്തിയുണ്ട്, എന്നാൽ സത്യത്തിന് അംശമുണ്ട് താനും. അപ്പോൾ അദ്ദേഹം ഞാൻ വലിയ മനുഷ്യനാണ് എന്നാൽ മട്ടിൽ സ്തുതിച്ച് പറഞ്ഞതാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഈ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയല്ലോ, അതെല്ലാം അതിൻ്റെ തനി അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതല്ല. മറ്റുള്ളവരെ കുറിച്ച് ഇച്ചിരി സ്തുതിച്ച് പറയണു, പുകഴ്ത്തി പറയണു, അതൊരു മര്യാദയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി. എങ്കിലും അത് രേഖപ്പെടുത്താമെന്ന് വിചാരിക്കുക. അത് രേഖപ്പെടുത്തിയാലോ? അപ്പോൾ അതിനകത്ത് ഒരല്പം ലെജൻഡറി, ഒരു ഐതിഹ്യ സ്വഭാവം വരും. അതായത് വീരപുരുഷന്മാരെ കുറിച്ച് എഴുതുമ്പോൾ ഒരല്പം അതിശയോക്തി കലർത്തും. അത് നുണയൊന്നുമല്ല, അത് അങ്ങനെയാണ്. അത് അങ്ങൊരു വീരപുരുഷനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാണ്. ഇനി ഇത് ദൈവത്തെക്കുറിച്ചാണ് വിചാരിക്കുക, ഈ വീരകഥകളൊക്കെ ദൈവത്തെക്കുറിച്ചാണ് വിചാരിക്കുക. അപ്പോൾ അത് പുരാണം അല്ലെങ്കിൽ മിത്തായി മാറി. ദൈവമാണ് കഥാപാത്രമെങ്കിൽ അപ്പോൾ ചരിത്രം അല്ലേ, സംഭവിച്ച കാര്യങ്ങളുടെ ഒരു വർണ്ണന, അത് വീരപുരുഷന്മാരെ കുറിച്ചാകുമ്പോൾ അതിനൊരു പുരാണത്തിൻ്റെ സ്വഭാവം വരുന്നു. ദൈവം കഥാപാത്രമാകുമ്പോൾ അത് മിത്താകുന്നു. ഇതാണ് പൗരസ്ത്യ കാഴ്ചപ്പാട്. ഞാൻ ആവർത്തിക്കുന്നു, പാശ്ചാത്യ കാഴ്ചപ്പാടല്ല. പാശ്ചാത്യ കാഴ്ചപ്പാട് മിത്ത് എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ആൻഡ് മിത്സ് അവർ ഉപയോഗിക്കുക. വസ്തുതകളും മിത്തുകളും. വസ്തുതയ്ക്ക് എതിരാണ് മിത്ത് എന്നാണ് അവർ പറയുക. നമ്മൾ അങ്ങനെയല്ല. അല്പം അതിശയോക്തി കലർന്ന ഫാക്ട്സ്, വസ്തുതകളാണ് മിത്ത് എന്ന് പറയുന്നത്. അതാണ് പൗരസ്ത്യരുടെ. അത്തരം മിത്തുകളാണ് വാസ്തവത്തിൽ ബൈബിളിലുള്ളത്. പാശ്ചാത്യർ കണക്കാക്കുന്ന തരത്തിലുള്ള കെട്ടുകഥകളല്ല. മാറി മാറി വരുന്ന രാജാക്കന്മാരോ ഭരണകർത്താക്കളോ തങ്ങളുടെ നിശ്ചിത താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ചരിത്രം തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം മിത്ത് ആകട്ടെ ഒരു ജനതയുടെ ആത്മാവിൻ്റെ ആവിഷ്കാരമാണ്. അതായത് ഒരു ജനതയുടെ ആത്മാവിന് ചേർന്ന് നിൽക്കുന്നത് ചരിത്രമല്ല, മിത്താണ്. ഒരു ജനതയുടെ ആത്മാവിന് ചേർന്ന് നിൽക്കുന്നത് ചരിത്രമല്ല, മിത്താണ്. ഇപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം. തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നു. അത് ചരിത്ര രേഖകൾ നമുക്ക് വളരെ കുറവേ ഉള്ളൂ. അത്യാവശ്യമൊക്കെ ഉണ്ട്, എങ്കിലും കുറവേ ഉള്ളൂ. പക്ഷെ ഓരോ സുറിയാനി കത്തോലിക്കിൻ്റെയും ഹൃദയത്തിൽ, ആഴത്തിൽ, ആത്മാവിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ് തോമാസ് ലീഹയുടെ വരവ്. അതായത് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് തോമാസിന്റെ വരവ് ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതും വെറും മിത്താണെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. ചരിത്രമാണ്, പക്ഷെ ചരിത്രത്തെക്കാൾ ആഴത്തിൽ ആത്മാവിൽ പതിഞ്ഞിരിക്കുന്നു. കാരണം ചരിത്രം പലരും എഴുതി മാറിക്കൊണ്ടിരിക്കും, ഇത് മാറ്റാൻ പറ്റില്ല. എത്രയൊക്കെ ആളുകൾ വന്ന് ഏതെല്ലാം സെമിനാരികളിൽ തോമസ് ലീഗ് വന്നിട്ടില്ല പഠിപ്പിച്ചാലും അത് മാഞ്ഞു പോകില്ല. കാരണം അവർ ആത്മാവിൽ, അതായത് സുറിയാനി കത്തോലിക്കരുടെ, നസ്രാണി കത്തോലിക്കരുടെ ആത്മാവിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്രമാണ് തോമസ് ലീഗ് വന്നു എന്നുള്ളത്. തെളിയിക്കാൻ പറഞ്ഞാൽ കോടതിയിൽ തെളിയിക്കുന്ന പോലെ തെളിയിക്കാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ തെളിയിക്കാൻ പറ്റും.
കാരണം അത് ആത്മാവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ മിത്ത് എന്ന് പറയുന്ന സംഗതി, അതായത് ദൈവം കഥാപാത്രമായി വരിക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിചിത്ര കഥാപാത്രമായി വരുന്ന സംഗതി ആത്മാവിൽ പതിയുന്നതിനാൽ മിത്ത് ആണ് ആത്മാവിന്റെ ദേശത്തിന്റെ ആത്മാവിനോട് ചേർന്ന് പോകുന്നത് ചരിത്രത്തെക്കാൾ. ചരിത്രം മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ മാറ്റി എഴുതുകയല്ലേ. നമ്മൾ കാവ്യവൽക്കരണം, കമ്മ്യൂണിസ്റ്റ് വൽക്കരണം എന്നൊക്കെ പറയുന്നില്ലേ. ടെക്സ്റ്റ് ബുക്കുകൾ കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് അവരുടെ തരത്തിലാക്കും. എങ്ങനെ? ദൈവമില്ലാത്ത ജീവൻ. അങ്ങനെയാണ് MA ബേബി ഇല്ലേ പഠിപ്പിക്കാൻ പറഞ്ഞത്. ദൈവം വേണ്ട, ജീവനുണ്ടാകാൻ ദൈവം വേണ്ട. ഇപ്പോൾ നമ്മൾ പറഞ്ഞു BJP ഗവൺമെന്റ് എല്ലാം കാവ്യവൽക്കരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. അപ്പോൾ ഇത് ചരിത്രം ഇങ്ങനെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ ആത്മാവിൽ എഴുതപ്പെട്ട മിത്തോ അത് മാറില്ല. അത് വെറും മിത്താണ്, കെട്ടുകഥയാണെന്ന് പറഞ്ഞാൽ അത് ഈ എന്താണ് ആത്മാവെന്നോ, എന്താണ് ജനതയുടെ ആത്മാവിഷ്കാരമെന്നോ, എന്താണ് ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ആത്മാവെന്നോ അറിയാത്തവരാണ്. നമ്മൾ ദേശീയത എന്ന് പറയണം, ഇന്ത്യൻ ദേശീയത. അതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ആത്മാവിലല്ലേ. ഇന്ത്യക്കാരുടെ ആത്മാവിലാണ് ദേശീയത, ദേശവികാരം. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇല്ലേ ഇന്ത്യ ജയിക്കണം എന്നുള്ള വികാരം, അത് എവിടെന്നാണ് വരുന്നത്? അത് ദേശീയത, അത് ആത്മാവിലാണ്, പുസ്തകത്തിലുള്ളത് കൊണ്ടല്ല. ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ എതിർക്കാൻ തുടങ്ങി. കാരണം എന്താ? അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. സിനിമാ തിയേറ്ററിലൊക്കെ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. എന്തൊരു ദേഷ്യമായിരുന്നു ദേശത്തോടുണ്ടായിരുന്ന നേരം. അത് ദേശീയതയ്ക്ക് എതിരായി. അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അത് എതിരാകും. മറിച്ച് ആത്മാവിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ അതൊരു വികാരമായിട്ട് നിൽക്കും. നമ്മുടെ ജ്വലിക്കും. അത് ആ ജ്വലനം അത് ആത്മാവിൽ എഴുതപ്പെടുന്നത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ഈ ദൈവികമായ കാര്യങ്ങൾ. ചുരുക്കത്തിൽ ഈ മിത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നിട്ട് ചരിത്രം എഴുതിയിരിക്കുകയാണ് ഉൽപ്പത്തി ഗ്രന്ഥം, പ്രത്യേകിച്ച് ആ 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ. ഒരു വശത്ത് ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ആദ്യ 11 അധ്യായം കാണുന്നത് ഇതാണ്: നമുക്കറിയാവുന്ന ലോകത്തിൻ്റെ അസ്തിത്വം, നമുക്കറിയാവുന്ന ലോകം, കാണുന്ന ലോകത്തിൻ്റെ അസ്തിത്വം, പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥിതി, ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കാലത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ വിവരണം. അതാണ് ഒരു വശത്ത്. മറുവശത്ത് പ്രാചീന പൗരസ്ത്യ ദേശത്ത് നിലനിന്നിരുന്ന പല മിത്തുകളുടെയും മിത്തുകളുമായും ബൈബിളിലെ കഥകൾക്ക് സാമ്യമുണ്ട്. ദൈവികവും മാനുഷികവുമായ രഹസ്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രതീകാത്മകവും കാവ്യാത്മകവും ഭാഷയാണ് അവയിൽ കാണുന്നത്. എങ്കിലും അതായത് സുമേറിയൻ, ബാബിലോണിയൻ കഥകളിൽ പലതും സാമ്യമുണ്ട് ബൈബിളിലെ. എങ്കിലും ഉൽപ്പത്തി ഗ്രന്ഥം ആ മിത്തുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തം. ആ അന്തരങ്ങളിൽ ഒന്നാമത് വസ്തുനിഷ്ഠമായ ചരിത്ര സംഭവത്തിൽ അടിത്തറയുള്ള കാര്യങ്ങളാണ് ഉൽപ്പത്തി ഗ്രന്ഥം. വസ്തുനിഷ്ഠമായ ചരിത്ര സംഭവത്തിൽ അടിത്തറയുള്ള സംഗതിയാണ് ഉൽപ്പത്തി ഗ്രന്ഥം. മറ്റ് ഈ കഥകളുണ്ടല്ലോ, സുമേരിയൻ അങ്ങനത്തെ കഥകൾ, അതിന് ചരിത്രപരമായി അടിത്തറയില്ല. അവിടെയാണ് ഈ മിത്ത് എന്ന് പറയുന്നതിൻ്റെ അത് പാശ്ചാത്യ അർത്ഥത്തിലുള്ള മിത്താണത്. പലപ്പോഴും ഉൽപ്പത്തി ഗ്രന്ഥം മിത്തിന്റെ വിപരീത ദിശയിലാണ് സഞ്ചരിക്കണേ. അത് ചരിത്രത്തിൽ അടിത്തറയുള്ളത് കൊണ്ടാണ്. തങ്ങളുടെ അയൽപ്പക്കത്തെ ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പുരാണങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നൊക്കെ ചില അംശങ്ങൾ എടുത്തു. എന്നിട്ട് പ്രാചീന ചരിത്രത്തിലുണ്ടായ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ബൈബിൾ എഴുതിയ രചയിതാക്കൾ. ഭാഷ പുരാണത്തിൻ്റെയും വൈദികത്തിൻ്റെ അയൽപ്പക്കത്ത് നിന്ന് എടുത്തു. എന്നിട്ട് തങ്ങളുടെ ചരിത്രത്തിൽ സംഭവിച്ച സംഭവങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ചരിത്ര സംഭവങ്ങളുടെ വ്യാഖ്യാനത്തിനാണ് അയൽപ്പക്കത്തുള്ള മിത്തുകളുടെ ഭാഷ കടമെടുത്തത്. ഒന്നുകൂടി പറയാം, ചരിത്രത്തിൽ സംഭവിച്ച ആ ചരിത്ര സംഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ ഭാഷ അയൽപ്പക്കത്തെ മിത്തുകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും കടമെടുത്തു. പക്ഷേ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഭയങ്കര വലിയ വ്യത്യാസമല്ലേ ഇത്? അപ്പോൾ മറ്റുള്ള കഥകൾക്ക് സാമ്യമുണ്ടെന്ന് തോന്നിയാലും ആ സാമ്യം ഭാഷയിലാണ്, ദൈവശാസ്ത്രത്തിലോ ചരിത്ര സംഭവങ്ങളിലോ അല്ല. അങ്ങനെ ഈ ഭാഷ കൈകാര്യം എടുത്തപ്പോൾ ഉണ്ടായ നേട്ടം എന്താണ്? കാലദേശങ്ങൾക്ക് അതീതമായ ഒരു വർണ്ണനയായി മാറി. ഏത് കാലത്തിനും ഏത് ദേശത്തിനും ചേരുന്ന വർണ്ണനയാണ് ബൈബിളിലേത്. അതുകൊണ്ടാണ് അത് ദൈവവചനമായി നിലനിൽക്കുന്നത്. ഓരോരുത്തർക്കും തങ്ങളുടെ സമകാലീന ചരിത്രത്തിലെ സത്യം മനസ്സിലാക്കാൻ ബൈബിളിലെ കഥ മനസ്സിലാകും.
ആദാം ഹവ്വയെക്കുറിച്ച് അറിയാത്ത ഹിന്ദുക്കളോ മുസ്ലിംസോ ഉണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജനങ്ങളുണ്ടോ? ഇല്ല. കാലദേശങ്ങൾക്ക് അതീതമായി പോയി. അപ്പോൾ ഇങ്ങനൊരു ഭാഷ, അതായത് ചരിത്ര ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമേ മനസ്സിലാകൂ. ചരിത്ര സംഭവത്തെ ഈ പുരാണങ്ങളുടെയും മിത്തുകളുടെയും അങ്ങനെയുള്ള സംഗതികളുടെ ഭാഷ കൊണ്ട് വർണ്ണിച്ചപ്പോൾ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായുള്ള ഒരു വർണ്ണനയായി മാറി ബൈബിളിലേത്. ചരിത്രമാണ്, എന്നാൽ ചരിത്രത്തെ അതിശയിക്കുന്ന, കവച്ചു വെക്കുന്ന ഒരു വർണ്ണന. അതുകൊണ്ട് ഏത് കാലത്തുള്ളവർക്കും തങ്ങളുടെ സമകാലീന കാലത്തെ ചരിത്രമാണ്, സത്യമാണ് അതിൽ വർണ്ണിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. ചുരുക്കത്തിൽ ഉൽപ്പത്തി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ചരിത്ര സത്യവും ഭാഷ പുരാണത്തിൻ്റെതുമായി. ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാണ്. ഉൽപ്പത്തി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ചരിത്ര സത്യവും ഭാഷ പുരാണത്തിൻ്റെതുമായി. സത്യത്തെ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന വർണ്ണനയാണ്. സത്യത്തെ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന വർണ്ണന. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞത് പല പ്രാവശ്യം കേൾക്കണം, പല പ്രാവശ്യം. കാരണം ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്നും ഒരാൾ ചോദിച്ചു, ഏദൻ തോട്ടം ഭൂമിയിലുള്ളതാണോ, ഉണ്ടെങ്കിൽ എവിടെയാണ്? അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആമുഖ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാൻ. അതിനാൽ ഈ ആമുഖം, ഞാൻ പറഞ്ഞ ആമുഖം ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ പകുതി ഞാൻ പറഞ്ഞിട്ടുള്ള, ബാക്കി പകുതി അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത തിങ്കളാഴ്ച നമുക്ക് കേൾക്കാം. അപ്പം അതുവരെ നിങ്ങളിത് പല പ്രാവശ്യം കേട്ട് നോട്ട് കുറിച്ച് കാത്തിരിക്കുക. ചോദ്യങ്ങൾ എന്നൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ എഴുതിക്കോ, ഉത്തരങ്ങൾ ഞാൻ അപ്പം നൽകാം. ഏതായാലും നമുക്കൊരു നവവത്സര ധ്യാനമാണ്. നിങ്ങൾ എല്ലാവരും ഈ ധ്യാനത്തിൽ ചേരണമെന്നും പങ്കെടുക്കണമെന്നും മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നും ഗ്രൂപ്പുകളായി ചർച്ച ചെയ്ത് പഠിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വചനത്തിൽ ആറാടി നിൽക്കുന്ന 9 വത്സരങ്ങളാകട്ടെ ഈ മഹാജൂബിലിയെ സ്വാഗതം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ആശീർവാദത്തോടെ അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.